ഇപ്പോൾ നോക്കി എൻ്റെ മീൻസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. ഇന്ന് വീടിനകത്തായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോൾ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ നല്ല ക്ലൈമറ്റും നല്ല കാറ്റും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ചെറിയൊരു എക്സസൈസ് കാണിച്ചു തരാം കേട്ടോ. അത് പറഞ്ഞാൽ കോളർ ബോൺ എന്ന് പറഞ്ഞാൽ ഈ ബോണൊക്കെ എല്ലാവർക്കും ഭയങ്കര വിസിബിൾ ആണ്, ഭയങ്കര ഇഷ്ടം. ബ്യൂട്ടി ബോൺ അല്ല, ബ്യൂട്ടി ബോൺ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ വൈഡ് കുറയ്ക്കാനും നമ്മളെന്തെങ്കിലും നമ്മുടെ ഷോൾഡറിനൊക്കെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ റിലാക്സേഷൻ ഒക്കെ ആക്കാനുമായിട്ടൊരു ചെറിയൊരു വർക്കൗട്ട് കാണിച്ചു തരാം കേട്ടോ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122
നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നല്ലപോലെ ഇവിടെ സ്ട്രെച്ച് ആകാൻ വേണ്ടി വരണമേ. ചെയ്യാം കേട്ടോ. അപ്പം സെക്കൻഡ് എക്സസൈസ് നമ്മുടെ ചെസ്റ്റൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വൈഡാകാനും, വൈഡ് മീൻസ് അങ്ങനെയല്ല, ഇവിടെയൊക്കെ നല്ലപോലെ സ്ട്രെച്ച് ആകാനായിട്ട് നമുക്കൊരു എക്സസൈസ് ചെയ്യണം. കൈ 5 വരുന്നുണ്ട്, അപ്പുറത്തെ ആഹാരം നോക്കിയത് കൊണ്ടാണ് കേട്ടോ. അപ്പം സെക്കൻഡ് എക്സസൈസായി. ഇനി തേർഡ് എക്സസൈസ്. ഓക്കെ, നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സാധാരണയൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാറില്ല, അതുപോലെ തന്നെ വന്നിട്ട് ഇതൊക്കെ നമ്മൾ ചെസ്റ്റിന് വേണ്ടി എക്സസൈസാണ് കേട്ടോ. നാല് ഞാൻ കൗണ്ട് ചെയ്തില്ല. 5 6 7 8 9 10 11 12 13 14 15. അപ്പം എല്ലാം തേർഡ് എക്സസൈസ് 15ആയി. ഇനി എന്ത് എക്സസൈസ് എന്നറിയാം, നമ്മുടെ ഈ നെക്കിൻ്റെ എക്സസൈസാണ് കേട്ടോ. നമുക്ക് സ്ട്രെച്ച് ആകാൻ വേണ്ടിയാണ്. ആക്ച്വലി സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചിലർക്ക് ഇവിടെ ഭയങ്കര സ്റ്റിഫ്നെസ് ആയിട്ടുണ്ടാവാം. നമ്മൾ സിസ്റ്റത്തിലൊക്കെ നോക്കിയിരുന്നുണ്ടല്ലോ. കാരണം നമ്മൾ മൂവ് ഒന്നും ചെയ്യാത്തോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ സ്പൈനൽ കോഡൊക്കെ പിന്നെ ഈ വെയിൻ അല്ലല്ലോ, ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നല്ലപോലെ നമുക്ക് സ്ട്രെച്ച് ആകാനും നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ചിലർക്കൊക്കെ ഉണ്ടല്ലോ, കൈയൊക്കെ ആണെങ്കിലും ജനിച്ചിട്ടൊന്ന് പൊക്കാനൊക്കെ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ലേ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നവർക്ക് പറ്റില്ല, കാരണം ഫ്രീ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ നെക്ക് കുറച്ച് ഫ്രീ ആകാനായിട്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വർക്കൗട്ട് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല റിലാക്സ് ആവും. ഇവിടെയൊക്കെ നല്ലപോലെ ഇങ്ങനെ സ്ട്രെച്ച് ആവും. 4 5 6 7 8 9 10 11 12 13 14 15. ഇനി ദിസ് സൈഡ് അത് 15 ടൈംസ് ചെയ്യാം കേട്ടോ. സെയിം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പം ഇത് 15 കൊണ്ടുപോയി. ഇനി നമ്മൾ ഫിഫ്ത്ത് എക്സസൈസ് അല്ലേ കാണിച്ചു. ഫിഫ്ത്ത് എക്സസൈസ് നമ്മുടെ ആംസ് റൊട്ടേഷൻ ചെയ്താണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സ്ട്രെച്ച് ആകാൻ വേണ്ടിയാണ്, നമ്മുടെ ഷോൾഡറും മസിൽസും ഒക്കെ. ഓക്കെ, അപ്പം ഇത് സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നമ്മൾ ബിഫോർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യണം, കാരണം നമ്മുടെ ബോഡി കുറച്ച് ഫ്രീ ആകാൻ വേണ്ടിയാണ്. 4 5 6
7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഞങ്ങൾക്ക് 20 ആക്കിയുള്ള അറിയാതെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പം അത് കഴിഞ്ഞു. ഇനി 6th വർക്കൗട്ട് കാണിച്ചു തരാം. കൈയുടെ ഇവിടെയൊക്കെ നല്ലപോലെ സ്ട്രെച്ച് ആകാനായിട്ട് ഈ കൈ ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ടോ, നമുക്ക് എത്ര മേലേക്ക് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഒന്ന് കൂടിപ്പോയി കേട്ടോ. ഇനി 7th എക്സസൈസ് കാണിച്ചു തരാം കേട്ടോ. ഇത് വേറെ ഈസിയാണ്. നമ്മുടെ കയ്യിൽ ഇവിടെ നല്ലപോലെ സ്ട്രെച്ച് ആകാനും മസ് പെയിനൊക്കെ കുറയാനും. ഇങ്ങനെ നമ്മൾ കൈ പിടിച്ചിട്ട് ഇതൊന്ന് സപ്പോർട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ സ്ട്രെച്ച് ആവും. ഇങ്ങനെ ഒരു 10 ടൈംസ് ചെയ്യുക. 10 ടൈംസ് ചെയ്യുക. ഞാൻ 15 ടൈംസാണ് ചെയ്യാൻ പറഞ്ഞത്. ഇത് എത്രയെന്നോ കൗണ്ട് മറന്നുപോയി. ഓക്കെ 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അതേപോലെ തന്നെ ദിസ് സൈഡ് സെയിം ഇങ്ങനെ കൈ പിടിക്കുക. ഇതൊരു സപ്പോർട്ട് വേണ്ടി പിടിക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അത് 50 ടൈംസ് ആയി. ഈ നെക്സ്റ്റ് എക്സസൈസ് ബാക്കിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ ബാക്കിലെ ഇവിടത്തേക്ക് മസിലൊക്കെ ഇല്ല, ഇവിടെയൊക്കെ നല്ലൊരു റിലാക്സ് ആകാൻ വേണ്ടി നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നിട്ട് കാണുന്നുണ്ടോ? ആയിക്കോട്ടെ. അപ്പം നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ ഈ ബാക്കൊക്കെ റിലാക്സ് ആകാൻ വേണ്ടിയാണ് കേട്ടോ. ബാക്ക് സ്ട്രെച്ച് ഇങ്ങനെ നിൽക്കുക. നല്ലപോലെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇത് 15 ടൈംസ്. കണ്ടോ, സൂര്യൻ ചേട്ടൻ നല്ല ഉദിച്ച് വരുന്ന കണ്ടോ. ഇത്രയും സമയം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ സൂര്യൻ ചേട്ടന്. അപ്പോൾ ഞാനൊരു ചെറിയ എക്സസൈസ് നിങ്ങളെ കാണിച്ചു തന്നില്ലേ, അത് നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ഏജുള്ള മീൻസ് എൽഡർ പീപ്പിൾക്കും കൊച്ചു കുട്ടികൾക്കല്ല, കൊച്ചു കുട്ടികളല്ല എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണിത്.
അപ്പം ഈ ചെറിയ എക്സസൈസ് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. കൊച്ചു കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഒരുപോലെ. ഇപ്പം നമുക്ക് മെമ്പറില്ലേ, കുറേ ഏജ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും കൈയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റില്ല, കൈ മേലെ എടുക്കാൻ എന്തൊരു തിങ്സ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് ബാക്കിലേക്ക് തിരിയാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്, നല്ല റിലാക്സേഷനാണ് നമ്മുടെ ഈ എക്സസൈസൊക്കെ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് യൂസ്ഫുള്ളാണെങ്കിൽ എന്നെ അറിയിക്കണം. ഇതൊക്കെ ഒന്നുമില്ലെന്നേ. ഇപ്പോൾ എപ്പോൾ ചെയ്യണം അറിയാം, നമ്മളിപ്പോൾ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുവാണ്, എന്തെങ്കിലും സാമ്പാർ ഉണ്ടാക്കുവാണ്, ആ സമയത്തൊക്കെ ഉള്ള ഒരു 5 മിനിറ്റ് സമയം കിട്ടുമ്പോൾ ചുമ്മാ നിന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്നേ. അതിൽ വലിയ പണിയൊന്നുമില്ല, നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾക്കുള്ള ഈ മസിലൊക്കെ നല്ല റിലാക്സ് ആകും. ചിലർ പറയില്ല എനിക്ക് ഇവിടെ എന്നെ പിടിച്ചു, ഇവിടെ ഭയങ്കര ക്രാംസ് ആയി എന്നൊക്കെ പറയില്ല. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഡെയിലി നമ്മളൊരു രാവിലെയോ വൈകിട്ടോ ഇതിന് ടൈമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണം ചെയ്യാം. ഇപ്പം നമ്മൾ ബെഡിൽ നിന്ന് ഏറ്റവും പാടെ ഒരു 5 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യത്തില്ലേ, ഈ യോഗയൊക്കെ ചെയ്യുന്നവരെങ്ങനെ അങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ മസിലൊക്കെ നല്ല റിലാക്സാക്ഷൻ ആകാനും ഒക്കെ നല്ല സൂപ്പർ മാജിക്കൽ എക്സർസൈസാണിത്. ഓക്കെ, അപ്പം നിങ്ങളിതെല്ലാവരും ഇത് വീട്ടിൽ ചെയ്യുക. ചെയ്തിട്ട് യൂസ്ഫുൾ ആയെങ്കിൽ എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. എനിക്കാണെങ്കിൽ പുറത്ത് നിന്നിട്ട് കുറേ നാളെ നല്ല സൺ ഉണ്ടാവും. സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഇതുണ്ടോ, അതിൻ്റെ ഷാഡായ കാണാം, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. വീടിൻ്റെ അകത്തിരുന്ന് വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ ഭയങ്കര മീൻസ് ഭയങ്കര ഡാർക്കായിട്ട് കാണുന്നു, എനിക്കറിയില്ല. കാരണം ഉണ്ടല്ലോ ഇപ്പോൾ ഓക്കെ ഇല്ല, ഞാൻ ഓക്കെയാണ്. ഞാനൊരു 5 മണിക്ക് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു വർക്കൗട്ട് ഇട്ടായിരുന്നില്ലേ, നല്ല സൂപ്പറായിരുന്നു കേട്ടോ അത്, ബോഡി വർക്കൗട്ട്. ബട്ട് അതെന്നറിയോ, ഞാൻ രാവിലെ ഒരു 4:30 5 മണിക്ക് എടുത്ത വീഡിയോ ആണ്, ഏർലി മോർണിംഗ്. അതുകൊണ്ട് അത് ഭയങ്കര ഷാഡായിട്ട് ഭയങ്കര ഡാർക്ക്, എനിക്ക് തോന്നുന്നു അത് ആർക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നല്ലേ, സോറി. അത് ഞാൻ ഇവിടെ വന്ന് നാളെ മുതൽ എല്ലാ വർക്കൗട്ടും ഞാനിട്ട് ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ ഓക്കെയാണ്. നല്ല എനിക്കാണെങ്കിൽ റിലാക്സേഷനും ആകാം, നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു ചെറിയ കാറ്റും. ഇത് കണ്ടോ, ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി പ്രാവുകളൊക്കെ വന്ന് കുറേ സമയം ഇങ്ങോട്ട് ഓടി നടക്കുന്നു. കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇരിക്കുന്ന മക്കൾ വന്ന്, എന്താ മക്കളെ ഫുഡ് ബേക്കാ കൊടുത്തിനേ. എന്താണെന്നറിയോ, ഞാനിങ്ങനെ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന വന്ന് കണ്ടിട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൂടുതൽ നോക്കിയത്. എൻ്റെ അടുത്തോടെ പറന്നു പോയിട്ട് വന്ന് അത് സിഗ്നലാകണ്ട എല്ലാവരും വന്നിരുന്നു കണ്ടോ. പാവങ്ങൾ, അതൊക്കെ വിശക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത് എനിക്ക് പ്രാക്ടീസായി. കൊടുത്തിന് കേട്ടോ. അതിലേ ഒരു പെൺകുഞ്ഞുണ്ട് അതിനകത്ത് കണ്ടോ. ബാ കൊടുത്തിന് ബാ. അപ്പം ഞാൻ വീട്ടിലേക്ക് പോട്ടെ. എന്താണെന്നറിയോ, അവർക്ക് കൊടുക്കാൻ സമയം, പിന്നെ എനിക്ക് ഡ്യൂട്ടി. അപ്പം ടാറ്റാ, ബൈ, ടേക്ക് കെയർ.